പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ റിംഗ് ലൈറ്റ് ഒന്നും ഇല്ലാണ്ട് ഡേ ലൈറ്റിലൊന്ന് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ഈ ലൈറ്റിങ്ങിനെ പറ്റിയൊന്നും ശരിക്കും അറിയില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഇത് വരാന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ലൈറ്റിലിരുന്ന് ഡേ ലൈറ്റിൽ സംസാരിച്ചു നോക്കാം കേട്ടോ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പം അടുത്ത കാലത്ത് ഒരു സ്ത്രീ എന്നോട് എന്തോ ഒരു ദേഷ്യം വന്നിട്ട് അവരെന്നോട് ചോദിക്കുകയാണ്, വയസ്സായില്ലേന്ന്. അപ്പം എനിക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല, കാരണം എനിക്ക് വയസ്സായില്ലേ. വയസ്സായില്ലേന്ന് അവര് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. ഞാൻ ഉള്ളിൽ ചിരിക്കുക ചെയ്തത്. അത് എനിക്കറിയാലോ. ഞാൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു. ബാങ്കിലാണ് ജോലി ചെയ്തത്. 34 വർഷം ജോലി ചെയ്ത് മാനേജറായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ എന്തൊക്കെ നേടി. ഒരു വയസ്സായപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ജോലി ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റി. ആരുടെ നേരെയും കൈ നീട്ടേണ്ടി വന്നിട്ടില്ല കേട്ടോ. സ്വന്തമായിട്ട് വീട് വാങ്ങി, കാറുകൾ വാങ്ങി, ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു. ആരുടെയും മുന്നിൽ ഇപ്പോഴും കൈ നീട്ടാറില്ല. കാരണം റിട്ടയർ ചെയ്താൽ നമുക്ക് പെൻഷൻ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പം മക്കളൊക്കെ വലുതായി, അതേപോലെ അവരൊക്കെ സെറ്റിൽ ചെയ്തു, അവർക്ക് കുട്ടികളായി. അപ്പം നമുക്ക് ചെയ്യാനുള്ള കടമകളൊക്കെ നമ്മൾ ചെയ്തു. അപ്പം എനിക്കറിയാലോ എനിക്ക് പ്രായമായി എന്നുള്ളത്. ഇതിപ്പോൾ ഇവരും പറഞ്ഞിട്ടൊന്നും അല്ല. നമുക്ക് പ്രായമായത് നമുക്കറിയാൻ പറ്റും. നമുക്ക് ബോധ്യമുണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചത് അതല്ല, നമ്മൾ പ്രായമായാൽ നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചാണ്. ഇപ്പം അവർ പറഞ്ഞതിനെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. അതെനിക്കറിയാം. നമ്മൾ പ്രായമാകുമ്പോൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ. അത് മുൻപേ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് പണി കിട്ടും. പിന്നെ കാലം മുന്നോട്ടാണ്, പിന്നോട്ടല്ല. അപ്പം നമ്മൾ ചിന്താപൂർവം പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. പണത്തിൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യം വരുമ്പോൾ അന്നേരം നമ്മളുള്ള പണം മുഴുവൻ ചിലവാക്കി മറ്റുള്ളവരെ സഹായിച്ചു, എല്ലാം ചെയ്തു. അവസാനം നമ്മളെ കയ്യിൽ പണമില്ലാതെ അത്യാവശ്യം വന്നാൽ നമ്മൾ ആരോടെങ്കിലും ചോദിച്ചാൽ തരുമെന്ന് നിങ്ങൾക്ക് തോന്നും? ആവശ്യം വരുമ്പോൾ ആരും സഹായിക്കില്ല. കരഞ്ഞിരിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെയുള്ളൊരവസ്ഥ നമുക്കുണ്ടാവാതിരിക്കട്ടെ. അപ്പം നമ്മൾ പെൻഷൻ കിട്ടുന്നത് കൊണ്ട്, ഇപ്പം ഞങ്ങളൊക്കെ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കും. ആരെയും ആശ്രയിക്കാണ്ട് ജീവിക്കും. ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കും. പക്ഷേ ഇതുവരെ ആരെയും ആശ്രയിച്ചിട്ടില്ല. പക്ഷെ വീട് വാങ്ങാനോ, പിന്നെ അതേപോലെ നമുക്കിഷ്ടമുള്ള സംഗതികൾ സാരി വാങ്ങാനോ, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിനോ ഒന്നും ഞാൻ ആരെയും ആശ്രയിച്ചിട്ട് പൊങ്ങച്ചമല്ല കേട്ടോ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. റിട്ടയർ ചെയ്ത അവസരത്തിലും എനിക്ക് ആരെയും ആശ്രയിക്കേണ്ടി വന്നില്ല എന്നുള്ളത്. എന്നാൽ എല്ലാ ജോലിക്കും പെൻഷൻ ഇല്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പെൻഷൻ കാലത്ത് നമ്മൾ പെൻഷൻ ആവുന്നതിന് മുൻപ് തന്നെ നമ്മളത് ആലോചിച്ചിട്ട് നമ്മൾ കുറച്ച് പണം സംഭരിച്ചു വെക്കണം. ആർക്ക് വേണ്ടിയാ? അതുവരെ മക്കൾക്ക് വേണ്ടിയായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് പണം സമ്പാദിച്ചു വെക്കണം. കാരണം പ്രായമാകുമ്പോൾ നമ്മുടെ പാർട്ട്ണറെയോ അതുപോലെ ഫാമിലിയെയോ മക്കളെയോ ഒന്നും നമ്മൾ ആശ്രയിക്കരുത്. പെൻഷൻ ഉള്ള ജോലിയും പെൻഷൻ ഇല്ലാത്ത ജോലിയും ഉണ്ടല്ലേ. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ കരുതി വെക്കണം. ജോലി ഉള്ളപ്പോൾ നമ്മൾ എല്ലാവർക്കും എല്ലാം കൊടുക്കും. കുട്ടികൾക്ക് കൊടുക്കുന്നു, വീട്ടുകാർക്ക് കൊടുക്കുന്നു, സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നു. ഇതൊക്കെ ഇല്ലാണ്ടായാൽ നമുക്ക് ആരും സഹായിക്കാണ്ടാവില്ല. എൻ്റെ ഒരു സുഹൃത്ത്, പിന്നെ അവൾക്ക് ഒരു ബാങ്കിലല്ല, അവൾക്ക് എവിടെയോ ഒരു പ്രൈവറ്റ് ഫേമിലായിരുന്നു ജോലി. അപ്പോൾ അവൾക്ക് ഒരു മകനേ ഉള്ളൂ. പക്ഷെ അവൾ എല്ലാ പണവും ആ മകന് വേണ്ടി ചെലവഴിച്ചു, കല്യാണം കഴിച്ചു. അങ്ങനെ അവൾക്ക് കുറേ കടങ്ങളൊക്കെയായി. റിട്ടയർ ചെയ്തപ്പോൾ അവൾക്ക് പെൻഷൻ ഇല്ല. അപ്പോൾ അവൾ എത്രയോ എപ്പോൾ കാണുമ്പോഴും ഒരു നരച്ച സാരി ഉടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താ എപ്പോഴും ഇങ്ങനെ നരച്ച സാരി ഉടുത്ത നടക്കുന്നത്? അപ്പോൾ അവൾ പറയാണ്, പണമില്ലല്ലോ, എവിടുന്നാടോ പണം, ചെറിയ പൈസയെങ്കിലും ശമ്പളം കിട്ടിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോട് പറയാണ് എനിക്കൊരു അടിവസ്ത്രം വാങ്ങണമെങ്കിൽ വരെ എൻ്റെ മകനോട് ചോദിക്കണം. അവൻ ചോദിക്കും, ഇപ്പം എന്തിനാ പൈസ, അമ്മ എന്തിനാ അങ്ങനെ ദൂർത്തടിക്കുന്നെന്ന് ചോദിക്കത്ര. അപ്പൊ പണം എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയും നമുക്ക് പണം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോവാം. അപ്പൊ അമ്മക്ക് സാരി വേണം എന്ന് പറഞ്ഞാൽ എന്തിനാ ഇപ്പൊ അമ്മ എവിടെയാ പോകുന്നത്? സാരി എന്തിനാ, അതൊക്കെ മതി, ഉള്ളതൊക്കെ പോരെ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന മക്കളുണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി നമ്മൾ വീണ് പോയാൽ നമ്മൾ ആരാണ് നോക്കുക? നമ്മൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ പ്രായമായാൽ നമുക്ക് എന്താ അസുഖം വരിക നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പം നമ്മൾ വീണ് പോയിട്ടുണ്ട്, ഒരു ഹോം നേഴ്സിനെ വെക്കണമെങ്കിൽ തന്നെ നമ്മളെ അക്കൗണ്ടിൽ പണം വേണ്ടേ? അല്ലെങ്കിൽ
പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെസ്പെക്റ്റ് കിട്ടുള്ളൂ കേട്ടോ മറ്റുള്ളവരിൽ നിന്ന്. പണമില്ലെങ്കിൽ നമുക്ക് ശബ്ദമില്ല, വോയിസ് ഇല്ല. സ്വന്തമായൊരു വീട്, പിന്നെ അതേപോലെ സ്വന്തമായ പണം, അതേപോലെ സ്വന്തമായി സ്പേസ് നമുക്ക് വേണം. അത് നമ്മുടെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കും. നമ്മുടെ കയ്യിൽ എപ്പോഴും പണം വേണം. നമ്മൾ ആവശ്യത്തിന് ചെലവാക്കാനുള്ള പണം നമ്മൾ വേണം. നമ്മൾ പണമുള്ളപ്പോൾ സഹായിച്ചവരൊന്നും അത് തിരിച്ചു ചോദിച്ചാൽ തരണമെന്നില്ല കേട്ടോ. അങ്ങനെ കയ്യിലുള്ളതെല്ലാം പോയി പിരിഞ്ഞു പോകുമ്പോൾ കിട്ടിയത് പോലും മക്കൾക്ക് കൊടുത്തിട്ട് ഉഴുത്ത പട്ടിയെ പോലെ സ്വന്തം വീട്ടിൽ കഴിയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. ഒന്നുകിൽ അവരുടെ മരുമക്കളുടെ പിന്നെ എന്താ പറയാ, അവരുടെ ശകാരമൊക്കെ കേട്ടിട്ട് ജീവിക്കുക. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ആളുകൾ എപ്പോഴാ മാറുക, സിറ്റുവേഷൻ എപ്പോഴാ മാറുക എന്നറിയില്ല. കുട്ടികളും എങ്ങനെ മാറും എന്നറിയില്ല. അപ്പൊ പാർട്ട്ണറും ഒരു ഘട്ടത്തിൽ നമ്മളെ പിരിഞ്ഞു പോകും അല്ലെ. എല്ലാവരും ഏത് കാലത്തും ജീവിക്കൂലല്ലോ. ഏതെങ്കിലും ഒരു സമയത്ത് പാർട്ട്ണറും നമ്മളെ വിട്ടുപോകും. അപ്പൊ നമ്മളെ നോക്കാൻ ആരാ ഉള്ളത്? നമ്മളെ നോക്കണമെങ്കിൽ നമ്മളേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സമാധാനം, നമ്മുടെ ഹോബികള്, നമ്മുടെ അഭിരുചികൾ, നമ്മുടെ സ്വപ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇനിയും ബാക്കിയാണ് അല്ലെ. പാർട്ട്ണർ ഇല്ലെങ്കിലും നമുക്ക് ഇതൊക്കെ ബാക്കിയാണ്. അതുവരെ മക്കൾക്കും കുടുംബത്തിനൊക്കെ വേണ്ടി ജീവിച്ചു. പിന്നെന്താണ്, റിട്ടയർ ചെയ്താലാണ് നമ്മളെ ജീവിതം തുടങ്ങുന്നതെന്ന് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാട്ടോ. അതുവരെ ബാങ്കിലേക്ക് ഓടി നടന്നു, എല്ലാ പ്രശ്നങ്ങളും എല്ലാ സ്ഥലത്തും ഓടി, 4-5 ആളെ പണി ഒരു ദിവസം എടുക്കണം നമുക്ക്. അങ്ങനെയായിരുന്നു ബാങ്കിൽ ജോലി ചെയ്ത കാലത്ത്. പക്ഷെ നമ്മുടെ അത് റിട്ടയർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ആരംഭിക്കുകയാണ്. അവിടെ നമ്മുടെ സന്തോഷത്തിന് വിലങ്ങുതടിയാവാൻ ആരും അനുവദിക്കരുത് കേട്ടോ. കാരണം നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ, നമ്മെ ഹേർട്ട് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ മാറിപ്പോവുക. എന്നെ ഒരുപാട് പേര് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അഹിതമായിട്ടൊന്നും പറയാതെ ഞാൻ അവിടുന്ന് മാറിപ്പോവുക ചെയ്യുക. കാരണം അവരുടെ തനിനിറം മനസ്സിലാക്കിയാൽ ബന്ധുവായാലും ശത്രുവായാലും സുഹൃത്തായാലും ഈ പ്രായത്തിൽ മാറിപ്പോവേ വഴിയുള്ളൂ. കാരണം നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ് അല്ലേ. നമ്മെ വിലമതിക്കാത്തവരെ അവരുടെ അടുത്തേക്ക് നമ്മൾ പോവരുത്. ഇപ്പൊ പ്രായം കൂടുന്തോറും നമുക്ക് വേഗം സങ്കടവും വിഷാദവും വിഷമൊക്കെ വരൂലേ അധികം ആൾക്കാർക്കും. അപ്പൊ അത് നമ്മുടെ ബോഡിയെ മാത്രമല്ല മനസ്സിനെയും കൂടെ ബാധിക്കും. അങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധം വെച്ചാൽ വേഗം അങ്ങനെയുള്ളവർക്കൊക്കെ വേഗം പ്രായമാകും. കാരണം എപ്പോഴും ടെൻഷനും വിഷമവും, അവരിത് പറഞ്ഞു ഇവര് ഇത് പറഞ്ഞു എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത്. അപ്പൊ അവര് നമ്മോട്, കുട്ടികളായാലും മറ്റുള്ളവരായാലും, അവര് നമ്മോട് മാപ്പ് ചോദിക്കില്ല. പക്ഷെ നമ്മൾ അവർക്ക് മനസ്സിൽ മാപ്പ് കൊടുത്തിട്ട് ഭൂതകാലത്തിന്റെ തടവുമുറിയിൽ നമ്മൾ പെട്ട് കിടക്കാൻ പാടില്ല. നല്ല ആളുകളുമായിട്ട് കൂട്ടുകൂടുക. രക്തബന്ധം വേണമെന്നില്ല, സ്നേഹത്തിന്റെ ഇഴയെടുപ്പമാണല്ലോ ജീവിതത്തിലെ ഏറ്റവും വലുത്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ജീവിപ്പിച്ച് നിർത്തുന്നത് സ്നേഹമാണല്ലേ. അപ്പൊ നമ്മെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ അകന്ന് കഴിയുക. നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നവരിൽ നിന്ന് അകന്ന് സമാധാനം നൽകുന്നവരുമായിട്ട് അടുക്കുക. ഇതൊക്കെയാണ് പ്രായമാകുമ്പോൾ ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മെ ചിരിപ്പിക്കുന്നവർ, നമ്മെ ശ്രദ്ധിക്കുന്നവർ, നമ്മെ കാണുമ്പോൾ സ്നേഹത്തോടു കൂടി ആലിംഗനം ചെയ്യുന്നവർ. അപ്പോൾ ഓൾഡ് ഏജിൽ സഫർ ചെയ്യാൻ ഇടവരുത്തരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. കാരണം പണം നമ്മൾ ശ്രദ്ധിച്ചുപയോഗിക്കുക. സമാധാനം നഷ്ടപ്പെടുത്താതെ നമ്മൾ നോക്കണം. നമ്മുടെ ആരോഗ്യവും ഊർജവും ഒക്കെ സംരക്ഷിക്കേണ്ടത് നമ്മളെ ആവശ്യമാണ് അല്ലേ. ചുറ്റുമുള്ളവരെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ മാത്രം അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടല്ല. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശിക്ഷയാവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നാം ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നണം. നമ്മുടെ ആത്മപ്രണയം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താണ്? ജീവിച്ചാല് ഒരു എളുപ്പം അങ്ങനെ ആത്മപ്രണയത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അധികം പ്രായമാവില്ല, രോഗികളാവില്ല, ദുഃഖിതരാവില്ല. നമ്മളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുമോ എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.